ഉച്ചയ്ക്ക് ഇതാ അപ്പേൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോഴേക്കും ദിച്ചുട്ടൻ ഓടി വന്ന് നിൽക്കുന്നുണ്ട്. സർപ്രൈസായിട്ട് ഇതാ മീനിനൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അപ്പേൻ്റെ വരവ്. കിട്ടിയ പാടെ നേരെ കൂട്ടിയിട്ട് ഇതാ ചേച്ചിക്കാണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ഇതാ രണ്ടാളും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത പരിപാടി ഇതിനെ എത്രയും പെട്ടെന്ന് അക്വേറിയത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. ഗോൾഡ് ഫിഷ് ഉണ്ട്, പിന്നെ ഇതാ കളറുള്ള ടൈപ്പ് എന്താ അതിന് പറയുകയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ ഫിഷുമാണ് വാങ്ങിയിട്ടുള്ളത്. അക്വേറിയത്തിൽ ഇതാകെ ഇപ്പോൾ ഇത്രേ മീനുള്ളൂ കേട്ടോ. അങ്ങനെ കുറേ നേരം എന്താ ചിതട്ടൻ കൈ കൊണ്ട് കഴിക്കാൻ നോക്കി. അങ്ങനെ കിട്ടാതെ വന്നപ്പോൾ അവസാനം കത്തിയൊക്കെ എടുത്തു കേട്ടോ. രണ്ടാളും ഞാനിടാന്ന് പറഞ്ഞിട്ട് ഇതാ അവിടെ വാശിയായിട്ടുണ്ട് കേട്ടോ. ഒടുവിൽ രണ്ടാൾക്കും കൊടുക്കിയിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഇതാ വേഗം അക്വേറിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെള്ളം മാറ്റുമെന്ന് പറയുന്ന ഒരു ഹെവി ടാസ്ക് തന്നെയാണ് കേട്ടോ. അത് ചിതട്ടൻ തന്നെയാണ് ചെയ്യൽ. വേറെ ആരും നോക്കാറില്ല അത്, കാരണം നല്ല ടാസ്ക്കാണ്. എന്ത് രസമല്ലേ കാണാൻ കുറേ മീനുകളിങ്ങനെ. അപ്പോൾ രണ്ടാളും ഇതാ ഓരോന്നിന് പേരിടുന്ന എത്ര ഉണ്ട് എണ്ണുന്ന അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും മീനിനൊക്കെ നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുന്ന നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ ദിച്ചുട്ടൻ. വേഗത ചെരുപ്പൊക്കെ ഇട്ട് അപ്പേൻ്റെ പിന്നാലെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു റൗണ്ട് കൊണ്ടുപോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുന്നത് ഇതാ കണ്ണിലൊരു കുരു ഉണ്ടായിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നും പോയും കളിക്കും കേട്ടോ. ഇന്ന് ശനിയാഴ്ചയാണ്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് രണ്ടാളും ഒറ്റയ്ക്ക് ഇരിക്കണം എന്നല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള സ്നേഹപ്രകടനം ആട്ടത്. അമ്മ പോണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം വരുമ്പോൾ മിഠായിയൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പോരുന്ന വഴിക്ക് തപ്പയും മോനും ഐസ്ക്രീമൊക്കെ വാങ്ങി പോകുന്നുണ്ട്.